ഹലോ, ഒബ്ജക്ഷൻ എങ്ങനെ ഫയൽ ചെയ്യുന്നുള്ള വീഡിയോ ആണിത്. അതിനായി നമ്മൾ ഫയലിങ് കയറുക, ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാനുള്ള ഒബ്ജക്ഷൻസ് എന്നൊക്കെ ഉള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻ്റ് ഫയലിങ് എന്ന് പറഞ്ഞിട്ട് ജില്ല കൊടുക്കുക, സെലക്ട് കോർട്ട് സെറ്റ് ചെയ്യുക. കോർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏത് കേസിലാണ് നമ്മൾ ഒബ്ജക്ഷൻ എന്താ ഇടാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഫാമിലി കോർട്ടിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കേസ് ടൈപ്പ് കൊടുക്കുക, കേസ് നമ്പർ, ഇയർ കൊടുക്കുമ്പോൾ സെർച്ച് വരുമ്പോൾ നമ്മുടെ കേസ് വരും. കേസാണോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാർട്ടീസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറയും. ഫാമിലി കോർട്ട് ആയതുകൊണ്ട് ഇൻഡുവേ കാണിക്കുകയുള്ളൂ പാർട്ടീസിൻ്റെ നെയിം. അപ്പോൾ പാർട്ടി ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എന്താണോ നമ്മൾ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അപ്ലോഡ് ന്യൂ ഡോക്യുമെൻ്റ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷനാണ് ഇടാണ്. അപ്പോൾ ഒബ്ജക്ഷൻ എന്നുള്ളത് ഞാൻ ഇതിന് കറക്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ ടൈറ്റിൽ നമുക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഒബ്ജക്ഷൻ ഫയൽഡ് ബൈ ഇത് റെസ്പോണ്ടൻ്റ് വെച്ചാൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയാം. ഡോക്യുമെൻ്റ് ഡിസ്ക്രിപ്ഷനും കറക്റ്റായിട്ട് കൊടുക്കാം. ഏതെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് PDF ആക്കി വെച്ചത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കയറി പോകത്തുള്ളൂ. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഡിലീറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. പേയ്മെൻ്റ് ഒന്നുമില്ല ഒബ്ജക്ഷൻ ഒന്നും ഫയൽ ചെയ്യുന്നതിന്. അപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഡോക്കറ്റ് കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ അതേപോലെ സേവ് ഡീറ്റെയിൽസ്, സേവ് ഇൻഡെക്സ് ഡീറ്റെയിൽസ്, സേവ് ഡോക്കറ്റ് ഡീറ്റെയിൽസ്, സേവ് ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോവുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഡോക്കറ്റ് വരെ സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫൈനൽ പേജ് എത്തി. അവിടെ നമുക്ക് പ്രിവ്യൂ വേണമെങ്കിൽ പ്രിവ്യൂ നോക്കാം. ഓറഞ്ച് ഇതിലെഴുതിയേക്കുന്നത് ജനറേറ്റ് പ്രിവ്യൂ എന്നാണ്. അന്നേരം നമുക്ക് വേണമെങ്കിൽ OTPക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ OTP വരും. OTP കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യാം.